അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തിരുപ്പിറവയുടെ ഓർമ്മകൾ പുതുക്കി ലോകം ഇന്ന് മറ്റൊരു ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ആദ്യ ആഘോഷ പരിപാടികൾ. പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ രാവിലെ തന്നെ നടന്നു. ജാതി മതഭേദമന്യേ മനുഷ്യർക്കിടയിൽ സമാധാനത്തിന്റെയും കരുണയുടെയും സന്ദേശം പകരുന്ന ദിനം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഒന്നും നോക്കേണ്ടതില്ല, നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് എങ്ങനെയാണ് ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുജ്തബ, തിരുവനന്തപുരത്ത് നിന്ന് സഫാൻ, വയനാട് നിന്ന് ഫൈസൽ, നെടുമ്പാല, തൃശൂരിൽ നിന്ന് നട്ടരാജ് പരശുരാമൊപ്പം കോഴിക്കോട്ട് നിന്ന് ഷബീർ ഉമർ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് തന്നെയാണ്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ നട്ടരാജിലേക്കും പോകേണ്ടതുണ്ട്. മുജ്തബ, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരു ലഹരിയിലാണ് നാടും നഗരവും എന്നറിയാം. രാവിലെ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ആഘോഷങ്ങളുടെ ഒരു തുടക്കം തന്നെ. ഇന്നലെ തന്നെ പാതിരാ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു രാത്രി. അതിനുശേഷം രാവിലെ എനിക്ക് തോന്നുന്നു പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പലയിടത്തും പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാവുന്നത്. എന്തൊക്കെയാണ് കൊച്ചിയിലെ ക്രിസ്മസ് വൈബ് മുജ്തബ? സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ കുറേയധികം സ്ഥലങ്ങളിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ ആലുവ കമ്പനിപ്പടിയിലെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലാണുള്ളത്. അവിടെ ഇപ്പോഴും പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അതിരാവിലെ ഇനിയിപ്പോൾ ആഘോഷങ്ങളിലേക്കും മറ്റു വിരുന്നുകളിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് ഈ ക്രിസ്മസിൻ്റെ അവസാനഘട്ട പ്രാർത്ഥനകളിലാണ് പള്ളികൾ കേന്ദ്രീകരിച്ച്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൊച്ചി മൊത്തം പ്രത്യേകിച്ച് ഒരു ആഘോഷത്തിൻ്റെ മൂഡിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് ഈ ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ചൊരു പ്രത്യേക വൈബിലേക്ക് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഏതാനും ഒരു ഡിസംബർ 20 ശേഷം അങ്ങനെ ആ ഒരു മൂഡിലാണ് കൊച്ചി മൊത്തം ഉള്ളത്. ഇതിപ്പം ഈ എക്സ്ക്ലൂസീവ്ലി ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലേക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായി നഗരവും നാടുമൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. പള്ളികളാകെ പ്രാർത്ഥനാമുഖരിതമായി. ഇന്നലെ പ്രത്യേകിച്ച് കുറേയധികം പള്ളികളിൽ പാതിരാ കുർബാനയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഈ ആത്മീയ നേതാക്കളൊക്കെയുള്ള സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇന്നലെ രാത്രി ഏറെ വൈകിയും നമ്മൾ മീഡിയ വണ്ണിൻ്റെ തന്നെ ഫ്രെയിമിൽ ആ പ്രാർത്ഥനകൾ തത്സമയം കണ്ടതാണ്. പിന്നീട് വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ രാത്രി കുർബാനയ്ക്ക് നേതൃത്വം നൽകി. അങ്ങനെ വിവിധ പള്ളികളിൽ ഉണ്ടായിരുന്നു. കൊച്ചി രൂപത ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലിന്റെ ഫോർട്ട് കൊച്ചിയിലെ ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥന ഏറെ വൈകി 11:45 ഈ പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും ഈ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയോടനുബന്ധിച്ച് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി രാവിലെയുള്ള ഈ പള്ളികളിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകളിലാണ് വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം ഈ ക്രിസ്മസ് ഈവനിങ്ങിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ അലങ്കാരങ്ങൾ, ലൈറ്റ്, ദീപങ്ങൾ, നക്ഷത്രങ്ങൾ, അങ്ങനെ വർണ്ണാലങ്കാരമായ ഈ പ്രത്യേകിച്ച് ഈ ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലും ഒക്കെ കാഴ്ച എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ അത് ഇന്നലെയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ വളരെ മനോഹരമായി അത് നൽകിയിരുന്നു. അത് പ്രത്യേകമായി തന്നെ ഒരു കൊച്ചിയുടെ മാത്രം ഒരു കാഴ്ചയാണ് അത്. മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് ഈ കുറേയധികം ഈ വിദേശ ഒരു സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കൂടി ഒരു വൈബ് ഉണ്ട് എന്നത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ വളരെ മനോഹരമായി ഈ കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സെൻറ്റ് പീറ്റേഴ്സിലെ ആലുവ കമ്പനിപ്പടിയിലുള്ള സെൻറ്റ് പീറ്റേഴ്സിലെ കുർബാന ഏറെക്കുറെ കഴിയാറായിരിക്കുന്നു. ഈ രാവിലെയുള്ള കുർബാന കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ അവസാനഘട്ട പരിപാടികളിലേക്ക് കടക്കുകയാണ് എന്നാണ്. നമുക്ക് അച്ഛന്മാരെ നമ്മൾ ഈ രാവിലെ അവരുടെ ഒരു ക്രിസ്മസ് സന്ദേശമൊക്കെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പ്രാർത്ഥനകൾ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. ജിൽസി, സൈഫുദ്ദീൻ, മീഡിയ വൺ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്.